എല്ലാവർക്കും നമസ്കാരം. ഞാൻ കാർത്തിക മഷ്റൂമിൽ നിന്നാണ്. ഇവിടെ ക്ലാസ്സിന് വരുന്ന പലരും ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കൂൻ അച്ചാർ എങ്ങനെ നിർമ്മിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇടാൻ പോകുന്നത്. അപ്പോൾ അത് ഏത് രീതിയിൽ അത് വീഡിയോ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. സാധാരണ രീതിയിൽ എല്ലാവരും അച്ചാർ ചെയ്യുന്ന ഒരു സ്റ്റൈലല്ല നമ്മളിവിടെ ചെയ്യുന്നത്. ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ഈ ഒരു അച്ചാർ തയ്യാറാക്കുന്നത്. തീർച്ചയായിട്ടും ഈ അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, നമുക്കിതിനു വേണ്ടി ആദ്യം ഒരു 1/4 കിലോ എന്ന് വെച്ചാൽ 250 ഗ്രാം ചിപ്പിക്കൂൻ പൊടിയായി അരിഞ്ഞതാണ്. 250 ഗ്രാം ചിപ്പിക്കൂൻ. അതിന് പിന്നെ അടുത്തത് ചില്ലി, മുളക് പൊടി നമുക്കിതിന് വേണ്ടത് 25 ഗ്രാമാണ്. അടുത്തത് കായപ്പൊടി 10 ഗ്രാം, ഉലുവപ്പൊടി 5 ഗ്രാം, കടുക് പൊടി 5 ഗ്രാം, ഇഞ്ചി ചതച്ചത് 10 ഗ്രാം, വെളുത്തുള്ളി ചതച്ചത് 20 ഗ്രാം, വിനാഗർ 100 മില്ലി, നല്ലെണ്ണ 150 മില്ലി, ഉപ്പ് 25 ഗ്രാം. നമുക്ക് തുടങ്ങാം. നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടത് കൂന് 250 ഗ്രാം ഞാനിതാ ഒരു ബേസിനിലേക്ക് മാറ്റുന്നുണ്ട്. 250 ഗ്രാം. ഓക്കെ, 250 ഗ്രാം. ഇനി നമ്മൾ ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഈ കൂനിലേക്ക് മിക്സ് ചെയ്യണം. ഒരു വ്യത്യസ്തമായ രീതിയിലാണെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞു. കൂനിലേക്ക് മിക്സ് ചെയ്യണം. ആദ്യം മുളക് പൊടി, ഇതിലുള്ള എല്ലാം മുളക് പൊടി, അതുപോലെ ഉലുവപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അങ്ങനെ ഇതെല്ലാം ആയിട്ടും നമ്മൾ കൂനിലേക്ക് മിക്സ് ചെയ്യുന്നു. ഓക്കെ, കൂനിൽ ഇട്ടതിന് ശേഷം ഇതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്യുന്നു. ഓക്കെ, ഈ മിക്സ് ആയതിന് ശേഷം റെഡി. ഇത് വിനാഗിരാണ്, 100 മില്ലി വിനാഗിരാണ്. ആ വിനാഗിരി നമ്മളതിൽ ഒഴിച്ചു കൊടുക്കുന്നു. ഓക്കെ, എന്നിട്ടത് വീണ്ടും നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വയ്ക്കുന്നു. ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അങ്ങനെ 15 മിനിറ്റിന് ശേഷം ഇതുപോലെ നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിന് നമുക്കൊന്ന് എണ്ണയിൽ വേവിച്ചെടുക്കാം. ഓക്കെ, റെഡി. അപ്പോൾ ഒരു ചീനിച്ചട്ട വെച്ച് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 150 മില്ലി നല്ലെണ്ണ ഒഴിക്കുന്നു. എനിക്കൊരു സ്വല്പം നമ്മൾ കടുക് ഇട്ട് കൊടുക്കുന്നു. കടുക് പൊട്ടിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കറിവേപ്പില നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ കടുക് പൊട്ടി കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കൂൺ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കും. എന്നിട്ടത് നല്ലെണ്ണയിൽ തന്നെ വേവിച്ചെടുക്കുക. ഇങ്ങനെ ഒരു 20 മിനിറ്റോളം ഈ ഓയിലിൽ നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കുക.
ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അതിൻ്റെ അടി കരിയും. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. ഏകദേശം എല്ലാം ഒന്ന് കുറുകി ടൈറ്റായിട്ടുണ്ട്. കൂനെല്ലാം നല്ലവണ്ണം വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ടാവും. 20 മിനിറ്റെങ്കിലും വേവിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ഒരു അച്ചാർ നല്ല ടൈറ്റിൽ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു പാത്രത്തിലേക്ക് മാറ്റാം. കൂണിൻ്റെ അച്ചാർ റെഡി. അപ്പോൾ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ 250 ഗ്രാം, 250 പക്ഷേ 1/4 കിലോ അച്ചാറിൻ്റെ ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് കൃത്യമായിട്ട് ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് പ്രകാരം ചെയ്യാം. കൂടുതൽ ക്വാണ്ടിറ്റിയൊക്കെ ഒരു ബിസിനസ് ആവശ്യത്തിനൊക്കെ നമ്മൾ അച്ചാർ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും 1 സ്പൂണ് 2 സ്പൂണ് എന്നുള്ള രീതിയിലല്ല, കൃത്യമായിട്ട് വെയിറ്റ് എടുത്തിട്ട് വേണം ചെയ്യണമെങ്കിൽ. എങ്കിൽ ആ അച്ചാർ എല്ലാ സമയത്തും ഒരേ രീതിയിലുള്ള ടേസ്റ്റ് തന്നെയായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുക. ഓക്കെ.